വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ് അല്ലേ? ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും സങ്കടം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ, ഒരു കാരണമില്ലെങ്കിലും നിരന്തരം രോഗങ്ങളാണ്. ഒരു രോഗം ഒഴിഞ്ഞ നേരമില്ല. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരം ശണ്ഠയാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? വീടിൻ്റെ പ്രശ്നമാണോ? എന്തായിരിക്കും ഇതിൻ്റെ കുഴപ്പം? സിഹറാണോ? കണ്ണേറാണോ? നിരന്തരം ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന, നമ്മുടെ സമാധാനം എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താ ഒരു പോംവഴി? ഞാനൊരു മനോഹരമായ ആയത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ ആയത്ത് വീടിൻ്റെ 4 മൂലകളിൽ പോയി നിന്ന് മനോഹരമായി 21 ദിവസം മുടങ്ങാതെ പാരായണം ചെയ്താൽ വീട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും ഇതോടെ തീരും. ഏത്? പൈശാചികമായ പ്രശ്നങ്ങൾ. വീട്ടിൽ പൈശാചികമായ എന്ത് പ്രശ്നമാണെങ്കിലും, ചിലപ്പോൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ സംശയരോഗത്തിന് പൈശാചികത കാരണമാകും. കുടുംബത്തിൽ നിരന്തരം രോഗങ്ങൾക്ക് പൈശാചികത കാരണമാകും. എല്ലാം അങ്ങനെയാണെന്നല്ല. അങ്ങനെ പൈശാചികത കാരണമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമേകുന്ന അതിവിശിഷ്ടമായ ഒരായത്ത് വീടിൻ്റെ 4 മൂലയിൽ പോയി നോദിയാൽ മതി. എല്ലാ പ്രശ്നങ്ങളും നീങ്ങും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര ദുആ വസിയത്തുകളാണ് ഇല്ലേ? ഒരുപാട് ദുആ വസിയത്തുകൾ. പല പ്രായമായ ഉമ്മമാർക്കും ദുആ വസിയത്തൊക്കെ കമൻറ്റ് ചെയ്യണമെന്നുണ്ട്. പലരും പറയാറുണ്ട്, ഉസ്താദേ കമൻറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, എന്നാലും ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കണമെന്ന് പല ഇടങ്ങളിൽ വെച്ച് കാണുമ്പോഴും പല ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പറയാറുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ. നമ്മുടെയൊക്കെ വീട്ടിൽ പൈശാചികത കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. നിരന്തരം രോഗം ഒഴിഞ്ഞ നേരമില്ല. ഇന്ന് വാപ്പാക്ക് രോഗമാണെങ്കിൽ നാളെ ഉമ്മാക്ക്, പിന്നെ ഭാര്യയ്ക്ക്, പിന്നെ ഭർത്താവിന്, അതായത് മകനും മകൾക്കും, പിന്നെ ചെറിയ കുട്ടികൾ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു സൈക്ലിംഗ് പോലെ നിരന്തരം രോഗങ്ങളാണ്. അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളാണ്. എപ്പോഴും അടി, എപ്പോഴും വഴക്ക്, എപ്പോഴും ബുദ്ധിമുട്ടുകൾ. ഇതിന് പരിഹാരം വേണ്ടേ? ഈ സമാധാനക്കേടുമായിട്ട് മരിക്കോളം അങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയോ? പോരല്ലോ. സമാധാനം വേണ്ടേ? ഒരു സന്തോഷമൊക്കെ ലൈഫിൽ ആസ്വദിക്കണ്ടേ? അപ്പോൾ അത് പൈശാചികത ഇതിൻ്റെ പിന്നിൽ വലിയൊരു കാരണമാണ്. പിശാചിൻ്റെ നല്ല റോളുണ്ട്. ആ പിശാചിനെ ഒടിച്ച് കളയുന്ന പരിപാടിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, സ്വഹാബാക്കളിൽപ്പെട്ട പലരും അവരുടെയൊക്കെ വീടിൻ്റെ 4 മൂലകളിൽ പോയി നിന്ന് ഒരായത്ത് ഓതുമായിരുന്നു. ഒരായത്ത്. ആ ആയത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും, പൈശാചികതയുടെ എല്ലാ പ്രശ്നങ്ങളും അവർക്ക് മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, സിഹർ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങാൻ ഇത് മതി. പിശാചുക്കൾ ഇറങ്ങി ഓടും, സന്തോഷം വന്ന് നിറയും. സിഹറും കണ്ണേറൊക്കെ എന്ത് ഡേഞ്ചറാണ് അല്ലേ? ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് ഏറ്റവും നല്ല പരിപാടി കണ്ണേറാണ്. കണ്ണേറ് കൊണ്ട് കൊല ചെയ്യാൻ വരെ പറ്റുമെന്ന് മഹത്തുക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇല്ലേ? പിന്നെ ഒരു കാര്യം, കണ്ണേറാണെങ്കിലും സിഹറാണെങ്കിലും ഫലിക്കണമെങ്കിൽ വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹിൻ്റെ ഉദ്ദേശമില്ലാതെ ഒന്നും ഫലിക്കൂല. പിന്നെ അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒന്നിങ്ങനെ നോക്കിയൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ? നമ്മൾ ഭംഗിയിൽ നല്ല നിരക്ക് റാഹത്തായ ഒരു യാത്ര പോവാണ്. അപ്പോൾ ഒരാൾ നോക്കിയിട്ട് പോയി. ഇനി അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും സ്ഥലവരുടെ പോക്ക് നോക്കിയേ. അപ്പോൾ ഒരു മാഷാവിനെ നമ്മൾ ചേർക്കൂല. ചിലപ്പോൾ പറച്ചിൽ കൊണ്ട് കണ്ണേറ് സംഭവിക്കാം. അതിലൂടെ വലിയ അവർ തമ്മിൽ വഴക്കുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ പല കാരണങ്ങളുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വഴി കൊണ്ട് അതൊക്കെ മാറ്റി കളയാൻ നമുക്ക് പറ്റുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് കാണാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയല്ലേ, മഹാനവറുകൾ അവിടുത്തെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. വീടിൻ്റെ 4 മൂലകളിൽ പോയി നിന്ന് ഈ ആയത്ത് ഓതും. ആ ആയത്ത് ഓതുന്നത് കൊണ്ട് വലിയ ബറക്കത്ത് അവിടുത്തെ വീട്ടിലിങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ്. ഏതാണ് ആ ആയത്ത്? നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ, ഏറ്റവും മഹത്തരമായ ആയത്ത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെയൊക്കെ രാജാവ് ഏതാണത്? ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. കണ്ടോ? അപ്പോൾ
ഈ പറയുന്ന ആയത്തുൽ കുർസി നമ്മുടെ വീടിൻ്റെ 4 മൂലകളിൽ പതിവായി ഓതുന്നവരിൽ ഇൻഷാ അല്ലാഹ് വലിയ മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആൾ പറയും വീടങ്ങൾ പൊളിച്ചേക്ക്, അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നല്ലാതെ ഏതെങ്കിലുമൊക്കെ കണക്ക് നോക്കി പറയുന്ന ഒരാൾ വീടങ്ങ് പൊളിച്ചോളാം, ഇതങ്ങ് പൊളിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും പൊളിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് നമ്മുടെ മനസ്സിൽ ടെൻഷൻ വേണ്ട. വീട്ടിലേക്ക് ചെല്ല്, ഡെയിലി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വീടിൻ്റെ 4 മൂലകൾ, വീടിൻ്റെ അകത്ത് 4 മൂലകളിൽ നിന്ന് ഇങ്ങനെ ആയത്തുൽ കുർസി ഒന്ന് പതിവായി ഓതി നോക്കി 21 ദിവസം പതിവായി അങ്ങനെ ചെയ്തു നോക്ക്, നല്ല മാറ്റം ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നം. സംശയരോഗം ഭയങ്കര ഒരു പ്രശ്നമാണ് അല്ലേ? ചിലപ്പോൾ സംശയിക്കാൻ പറ്റിയ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ശൈത്വാനൊരു സംഗതി എന്തെങ്കിലും ഇട്ട് തരും. ചിലപ്പോഴായിരിക്കും ഭാര്യ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഭർത്താവ് ഒരു ഫോണിലെന്തും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഫോണൊന്നും ഇങ്ങനെ ലോക്ക് ചെയ്ത് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇവളുടെ മനസ്സിൽ എന്നെ കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് പുള്ളി ഓഫ് ചെയ്ത് അവിടെ വെച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് സംഗതി വന്ന് ശൈത്വാൻ അങ്ങനെ ഇട്ട് കൊടുക്കാൻ? അപ്പോൾ നിരന്തരം ഒരു കാരണമില്ലാതെ നമുക്കിടയിൽ ഇങ്ങനെ ശണ്ട വരുന്നുണ്ടെങ്കിൽ, അതായത് ശൈത്വാൻ്റെ ഏറ്റവും മെയിൻ ഇഷ്ടമുള്ളൊരു കാര്യം ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുക, കുടുംബബന്ധം തകർക്കലൊക്കെയാണ്. നമ്മളാണെങ്കിൽ ശൈത്വാൻ്റെ അടിമയായിട്ട് അതിനൊക്കെ ഇങ്ങനെ മൂളി കൊടുക്കുകയും ചെയ്യാണ് അല്ലേ? അപ്പോൾ ഏതായാലും ആ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, ഇത്തരം സംശയരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി കയറുക. പിന്നെ നമ്മൾ സാധാരണ ഓതുന്ന പോലെ ആയത്തുൽ കുർസി എന്താ നമ്മൾ ഓതുന്നത് പതിവാക്കുന്നതൊക്കെ ഓതുക. ശേഷം വീടിൻ്റെ 4 മൂലകൾ പോയി നിന്ന് മനസ്സറിഞ്ഞ്, ഒച്ചയിലും ബഹളത്തിലൊന്നും ഓതണമെന്നില്ല, നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് വേണമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെ ഓതുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഖുർആനാണ്, ഖുർആൻ ഓതിയൊരു കൂലിയും കൂടെ അവർക്ക് കിട്ടുമല്ലോ അല്ലേ? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സന്ദർഭമുണ്ട്. സഅദ് ഇബ്നു മുആദിന് ഇച്ചിരി ശരീരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ പൊക്കുമ്പോൾ ഒട്ടും ബലമില്ല, ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോരുന്നു. അപ്പോൾ മുനാഫിക്കുകൾ ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ സഅദ് ഇബ്നു മുആദിനെ ചുമക്കുന്നത് മലക്കുകളായിട്ട് ഞാൻ കണ്ടു, മലക്കുകളെ ചുമന്നുകൊണ്ട് പോണത്, അതുകൊണ്ടാണ് നമുക്ക് ബലം അറിയാത്തതെന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വേണ്ടി ഖബർ ഒഴിക്കുന്നൊരു സഹാബിയുണ്ട്. ഖബർ ഒഴിക്കുമ്പോൾ കോരിയിടുന്നത് മുഴുവൻ കസ്തൂരിയുടെ ഗന്ധാണ്. അതിൽപ്പെട്ടൊരു സഹാബി കുറച്ച് മണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. കൊണ്ടുപോയ ഭാഗം മുഴുവൻ കസ്തൂരി ഇങ്ങനെ മണക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ അത്ഭുതങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാനവറുകൾ വഫാത്തായി. അപ്പോൾ സ്വപ്നം കണ്ട സ്വഹാബി സഅദ് ഇബ്നു മുആദിനോട് പിന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഖബറടക്കത്തിന് ശേഷം ഒരു സ്വഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാൻ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ പരിശുദ്ധ ഖുർആൻ നിരന്തരം ഓതുമായിരുന്നു, നിരന്തരം ഖുർആൻ പാരായണം എൻ്റെ ഒരു ജീവിതചര്യയാക്കി മാറ്റിയെന്നാണ് കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ആയത്തുൽ കുർസി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ രാജാവാണ്. നമ്മളിങ്ങനെ വീട്ടിൽ ഡെയിലി ഇങ്ങനെ പാരായണം ചെയ്ത് വരുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നല്ലൊരു ഇതിലൊക്കെ ഒരു എന്താ പറയുക, ഞാനൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കിയത് എന്നിട്ടൊരു മാറ്റമില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഇരുന്ന് സദസ്സ് കാണുന്ന പലരുടെയും മനസ്സിൽ ഈ ഒരു തോന്നലാണ്. ഉറപ്പിച്ചോ, റബ്ബാണ് സങ്കടം തരുന്നവൻ, റബ്ബാണ് സന്തോഷം തരുന്നവൻ, അവൻ മാറ്റി തരുന്ന സങ്കടം അവനെ കൊണ്ടല്ല, അത് പിന്നെ ആരെ കൊണ്ടാൻ മാറ്റാൻ പറ്റുക? അതിന് ഏറ്റവും നല്ല വഴിയല്ലേ അള്ളാൻ്റെ ഖുർആൻ. അപ്പോൾ ഈ ഖുർആൻ സഅദ് ഇബ്നു മുആദ് ധാരാളം ഓതിയിരുന്നു. അതോടൊപ്പം രണ്ടാമത് പറഞ്ഞ കാര്യം ധാരാളം സ്വതക്ക ചെയ്തിരുന്നു എന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുക, നാട്ടുകാരെ കാണിക്കാനോ പൊങ്ങച്ചം കാണിക്കാനോ ഒന്നുമല്ല. ഒരു ഭിക്ഷക്കാരൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവനല്ലേ കഴിഞ്ഞ മാസം വന്നത്, അവൻ പിന്നെയും വന്നെന്തിനാ? അങ്ങനെയല്ല, എപ്പോൾ വന്നാലും സന്തോഷമാണ് കൊടുക്കാനായിട്ട്. കാരണം അല്ല ഒരാൾ എനിക്ക് എൻ്റെ അടുത്തേക്ക് ഒരു ഭിക്ഷക്കാരനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിലൊന്ന് കൊതിക്കുന്ന ആളുകളായി മാറണം. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻ്റെ അത്ര വലിയ സ്ഥാനത്തിന് കാരണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്ര മഹത്വമാണ്. അപ്പോൾ ആയത്തുൽ കുർസി നമ്മൾ വീട്ടിൽ ഓതുമ്പോൾ ഈ പൈശാചികത മാറിക്കിട്ടും, നമുക്കിടയിലുള്ള ആ ഒരു ശണ്ട മാറിക്കിട്ടും, ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ രാജാവിനെ നമ്മൾ കൊണ്ടു കിടക്കണം എന്നുള്ളതാണ്. പക്ഷേ ഏതൊരു കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം. ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പലപ്പോഴും ഓതാനല്ല, 21 ദിവസം തുടർച്ചയായിട്ട്. സഹോദരിമാർക്ക് മെൻസ്ട്രൽ പീരീഡ് അല്ലാത്ത സമയത്ത് ഓതാം. അപ്പോൾ പുരുഷന്മാരോട് ഏൽപ്പിച്ചു കൊടുക്കുക, അങ്ങനെ പറ്റാതെ വരുമ്പോൾ അങ്ങനെ 21 ദിവസം പതിവാക്കി, അല്ലെങ്കിൽ 41 ദിവസം പതിവാക്കി. അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 21 41 അങ്ങനെ ഭംഗിയായി അത് കൊണ്ടുപോകുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളിൽ പൈശാചികതയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നീങ്ങും. എന്നിട്ട് സ്വഭാവലഹരിലെ എൻ്റെ മക്കൾ, അല്ലെങ്കിൽ സ്വഭാവലഹരിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ല സമാധാനത്തോടുകൂടെ ജീവിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇന്നത്തെ ചോദ്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മൂത്ത മകൻ്റെ പേരെന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ വിജയെ തിരഞ്ഞെടുക്കണം. ഇബ്രാഹിം നബിയുടെ മൂത്ത മകനായ പ്രവാചകൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ അല്ലാഹ്, ഈ സദസ്സിൻ്റെ മിസ്ല സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിന്ന് പഠിച്ച കാര്യങ്ങളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം തരണേ അല്ലാഹ്, സമാധാനം തരണേ അല്ലാഹ്. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കൾ പലരും എക്സാം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. റിസൾട്ട് എത്തിയവരുണ്ട് നല്ല ഉന്നത കലാലയങ്ങളിൽ പഠിക്കാൻ. ശോഭനമായ ഭാവിയോടുകൂടെ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പലരും അസുഖബാധിതരാണ്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ പലരും ഖബറിലാണ്. പടച്ചോനെ, ആഫിയത്ത് നീ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഈ സ്വബാഹുൽ ഖൈറിലും മറ്റു മജ്ലിസുകളിലും അതുപോലെ തന്നെ ഇൽമിയായ ക്ലാസ്സുകളിലും ഒക്കെ പങ്കെടുക്കുന്നവർ യാ റബ്ബന ഇൽമിൻ്റെ അഹ്ലുകാരിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.